ഇന്നത്തെ വീഡിയോ നമ്മുടെ സുഹൃത്തിൻ്റെ ഫാമിംഗ് ഏരിയയെക്കുറിച്ചും അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ സ്ഥലത്ത് നിന്നും ഒരു 5 കിലോമീറ്റർ മാറിയാണ് സുഹൃത്തിൻ്റെ ഫാമിംഗ് ഏരിയ ഉള്ളത്. ഇതാ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോണേ. ഇതാണ് നമ്മുടെ സുഹൃത്ത് ഖാലിദ്. ഇവിടുന്ന് കിട്ടിയ സുഹൃത്തുക്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമ്മളെ പല പരിപാടിയിലോട്ടും പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഖാലിദാണ്. ഞങ്ങളിവിടെ വന്ന് ആകെ പെട്ടുപോയപ്പോൾ ഞങ്ങളെ സഹായിച്ചതും ഖാലിദാണ്. ഖാലിദ് ഞങ്ങൾക്ക് വേറെ വർക്കൊക്കെ ഓഫർ ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾ കോൺട്രാക്റ്റ് നിലനിൽക്കുമ്പോൾ വേറെ വർക്കിന് കയറൽ ഇല്ലീഗലാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഖാലിദിൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഖാലിദിൻ്റെയും ഖാലിദിൻ്റെ സുഹൃത്തുക്കളുടെയും ഫാം ഏരിയ നിലനിൽക്കുന്നത് ഒരു മലയുടെ സൈഡിലാണ്. അപ്പോൾ കുറച്ച് ഓഫ് റോഡൊക്കെ ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അങ്ങനെ ഫാം ഏരിയ എത്തിയിട്ടുണ്ട്. ഇതാണ് ഫാം ഏരിയയുടെ എൻട്രി. ഖാലിദും ഖാലിദിൻ്റെ 4 സുഹൃത്തുക്കളും പാടെ ചേർന്ന് നടത്തുന്നതാണ് ഈ ഫാം ഏരിയ. ഇവിടെ അധികവും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ടർക്കി കോഴികളാണ്. ഇവിടെ അൽബേനിയ വന്നിട്ട് ഒരുപാട് സ്ഥലത്ത് നമ്മൾ ടർക്കി കോഴികളുടെ കൃഷി കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ആകെ ഒരു ഒച്ചപ്പാടും ബഹളമാണ്. ഈ കോഴികളുടെ ശബ്ദം, താറാവുകളുടെ ശബ്ദം ഒക്കെ പാടും. ഖാലിദത്തിൻ്റെ സന്തോഷമാണ് ഇവിടെയുള്ള എല്ലാ പക്ഷികൾക്കും. എല്ലാവരും ഖാലിദിനെ നോക്കി മണ്ടുകയാണ്. ഇനിയുള്ള പണി എല്ലാ കോഴികളെയും സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ കൂട്ടിലേക്ക് ആക്കണം. നമ്മളെ ഖാലിദിൻ്റെ ഫാമിൽ ടർക്കി കോഴിയുണ്ട്, ഗിനിക്കോഴിയുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, അരയന്നുണ്ട്, മുയലുണ്ട്, പ്രാവുണ്ട്, കാടക്കോഴിയുണ്ട്. അങ്ങനെ പറയാനുള്ള എല്ലാ സാധനവും നമ്മളെ ഖാലിദിൻ്റെ ഫാമിലുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ടർക്കി കോഴികളെ കൂടാണ് കാണുന്നത്. ഇതിനെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. കാണുമ്പോൾ സിമ്പിളാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം പാടി സെപ്പറേറ്റ് ആക്കാൻ നല്ല ഇടങ്ങേറുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ടർക്കി കോഴികളെ ഫുള്ള് കൂട്ടിലടച്ചു. അടുത്തത് ഇതാ ഇവന്മാരാണ്. അങ്ങനെ അവന്മാരെയും ഒരു വിധത്തിൽ സെപ്പറേറ്റ് ചെയ്ത് കൂട്ടിലടച്ചു. ദാ ഇവനാണ് ഇവിടുത്തെ സുന്ദരൻ. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാത്തിനും പാടെ കൂട്ടിലടച്ച് ഞങ്ങൾ റിട്ടേൺ പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഇവനാണ് ഇവിടുത്തെ ഗാർഡിയൻ. ഒരുപാട് നായ്ക്കളുണ്ടെങ്കിലും ഇവനാണ് ഇവിടുത്തെ മെയിൻ. ഇവൻ്റെ പേര് ലുവോ. ആൾ കുറച്ച് ദേഷ്യക്കാരനാണ്. അങ്ങനെ അവനോടൊക്കെ ചാറ്റ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. പിന്നെ നമ്മുടെ കോഴികളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഡോഗ്സ് അല്ലാതെ വേറൊരാൾ കൂടിയുണ്ട്. മുകളിൽ നിന്ന് എല്ലാം കാണുന്നവന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് ഇവൻ. അങ്ങനെ നമ്മൾ ഖാലിദിൻ്റെ സുഹൃത്തിനെയും യാത്രയാക്കി ഞങ്ങൾ പോവാണ്. അങ്ങനെ ഞങ്ങൾ ടൗൺ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.